എടാ നീ ഇങ്ങനെ ഡെസ്പാവില്ലടാ, ഒന്നും ഉണ്ടാവൂല. സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എടാ ഇനി അവളെന്തെങ്കിലും വേണ്ടാത്തവരും ചിന്തിക്കല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എടാ അവള് ഫോൺ എടുക്കാത്ത ഉറങ്ങിപ്പോയിട്ട് അങ്ങനെ ഉണ്ടാവും, അതുകൊണ്ടാണ്. എടാ ഉറങ്ങിപ്പോകുമ്പോ സ്വിച്ച് ഓഫ് ആക്കി ഇടുവോ? ഡിസ്റ്റർബൻസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ? എനിക്ക് അങ്ങനെയൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല അർജുനെ. എന്റെ മൈൻഡിലൂടെ വേണ്ടാത്തത് മാത്രമേ പോകുന്നുള്ളൂ. നീ ഒരു കാര്യം ചെയ്, നാളെ രാവിലെ അവളെ വീട്ടിലേക്ക് വിട്ടോ. ഞാനവിടെ പോയിട്ട് എന്തു പറയാനാ? സോറി പറയണം. നീയല്ലേ വെറുതെ അവളെ തെറ്റിദ്ധരിച്ചത്. അപ്പൊ നീ അവളെ വീട്ടിൽ പോയി സോറി പറ. എടാ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ? നീയും കൂടി വരുമോ? എടാ എനിക്ക് വരാൻ മടിച്ചിട്ടല്ല, ഞാനിതിന് വന്നാൽ ശരിയാവില്ല. ഇത് നീ തന്നെ പോയി തീർക്കണം, അതുകൊണ്ടാ പറയുന്നത്. ഇപ്പൊ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ലടാ, എനിക്ക് എന്തൊക്കെയോ ടെൻഷൻ ആവുന്നു. നീ മീരനോട് പറഞ്ഞോ അവൾ ഫോൺ എടുക്കാത്ത? പറഞ്ഞു. എന്തേ? എന്ത് പറഞ്ഞു? ചേട്ടനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അവൾ ഫോൺ എടുത്ത്. സമാധാനായില്ലേ? അവളെന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേ? ചാർജ് ഇല്ലായിരുന്നു, അതാ. ആ ശരി. ചേട്ടൻ സങ്കടപ്പെടണ്ടോ? സമാധാനായില്ലേ? കുറച്ച് ബാക്കി നീ നാളെ അവളെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചാൽ മതി. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി, നീ പോയിക്കോ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവള് ഡോർ തുറന്നില്ലെങ്കിലോ? വേണ്ടാത്തവരൊന്നും ചിന്തിക്കണ്ട, പോയി കോളിംഗ് ബെൽ അടിച്ചു നോക്കല്ലേ. ഹായ് ചിന്നു. ഹായ്. എന്താ? അത് ഒന്ന് നിന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട്. അകത്തേക്ക് ഇരുന്നോളൂ. ഇവളെന്താ ഒരുമാതിരി ഗസ്റ്റിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ? ഇരുന്നോളൂ, ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട ചിന്നു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. നീ എന്താ എന്റെ മുഖത്തേക്ക് പോലും നോക്കാത്തെ? ഞാൻ നോക്കുന്നുണ്ടല്ലോ. ഇല്ലല്ലോ ചിന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എങ്ങനെ സംസാരിക്കാൻ? ഞാനേതോ അറിയാത്ത ആളെ പോലെ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ശരിക്കും അറിയാത്ത ഒരാളായോ? ഒരാൾ ഒരിക്കലും പെട്ടെന്ന് അറിയാത്ത ഒരാളാവൂല. എടോ അറ്റ്ലീസ്റ്റ് ഒരു അടി ഉണ്ടാക്കെങ്കിലും ചെയ്യ്. എനിക്ക് വയ്യ സജനേട്ടാ, എന്നെ വെറുതെ വിട്ടേക്ക്. എന്ത് വെറുതെ വിടാൻ? എനിക്കിങ്ങനെ നോർമലായിട്ട് അഭിനയിക്കാൻ വയ്യ. പിന്നെ എന്തിനാ നീ അഭിനയിക്കുന്നേ? ചേട്ടൻ പോവാൻ നോക്ക്, ഞാൻ പോവാ. പോവല്ലേ പ്ലീസ്. നീ എന്തിനാ എന്നെ ഒഴിവാക്കുന്നേ? ഞാനാരും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഞാൻ ചിലരോ ലൈഫിൽ എന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. എന്നുവെച്ചാ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വയ്യ, എന്നെ വെറുതെ വിട്ടേക്ക്. ചേട്ടൻ എന്തേ അറിയണോ? ഞാൻ എത്ര കരഞ്ഞെന്നോ ഞാൻ എത്ര വേദനിച്ചെന്നോ എന്തെങ്കിലും ഇതൊന്നും അറിയണ്ടല്ലോ അല്ലേ? ചേട്ടന് ഹാപ്പി ആയിട്ടിരിക്കി, എനിക്ക് വേറൊന്നും പറയാനില്ല. എത്ര നാണം കിട്ട ഏർപ്പാടാന്നറിയോ ഇത്? നമ്മൾ അത്രയും വേദനിപ്പിച്ച് കരയിപ്പിച്ച ഒരാളെ വീണ്ടും കെയർ ചെയ്യാൻ പോകുന്നത്. ഞാനൊന്ന് വൃത്തിക്ക് ഉറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? ആരോട് ഇതൊക്കെ പറയുന്നേ? ഞാനില്ലെങ്കിലും ഹാപ്പി അല്ലേ? എനിക്കിപ്പോ എന്നോട് തന്നെ വെറുപ്പാ. ചിന്നു, നീ പറയുന്നതൊക്കെ എനിക്ക് നല്ല ഫീൽ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ നിന്റെ വെറും തോന്നലാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടറിയോ അതൊക്കെ. ചിന്നു വേണ്ട. എന്ത് വേണ്ടാന്ന്? പെട്ടെന്ന് ഉള്ള ഈ സ്നേഹം വേണ്ടാന്ന്. ചേട്ടനറിയില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എങ്ങനെ നിക്കുന്നുള്ളത് ഇങ്ങനെ ഓക്കെ ആവാൻ. ചിന്നു പ്ലീസ്, നീ എന്നെ ഒന്ന് കേക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇത്ര വെയിറ്റ് ചെയ്തെന്നറിയോ? ഞാൻ വിചാരിച്ച് ചേട്ടനായിട്ടെല്ലാം മനസ്സിലാക്കിക്കോളുന്നു. പക്ഷെ ആരും ഇങ്ങോട്ട് വിളിച്ചതുമില്ല, ഒന്നും ചെയ്തില്ല. ഞാനൊന്നൊന്ന് സംസാരിക്കാൻ വന്നപ്പോ താല്പര്യമില്ലാന്ന് പറഞ്ഞില്ലേ? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നോട് സംസാരിക്കണ്ട. എന്താ ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നേ? എനിക്കിഷ്ടല്ല ചേട്ടനെ. ഐ ഹേറ്റ് യു. ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്കിഷ്ടല്ല. ചിന്നു സജിനേട്ടാ, കാര്യല്ലേ? സോറി ചിന്നു, ഞാനൊന്നും അറിഞ്ഞോണ്ടല്ല. ഐ എം സോ സോറി. ഇത് ഇത്രയും നിനക്ക് ഫീൽ ആവുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഐ എം റിയലി സോറി. ഞാൻ സത്യം ചെയ്യാം, ഞാൻ അറിഞ്ഞില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നിന്നെ കരയിപ്പിക്കണമെന്നോ. ഒന്ന് പറ്റിപ്പോയി. നീ എന്നോട് ക്ഷമിക്കൊന്നും വേണ്ട. സജിനേട്ടാ, എനിക്ക് മനസ്സിലായി ഞാൻ എത്ര നിന്നെ ഹേർട്ട് ചെയ്തെന്നുള്ളത്. ഞാൻ കാര്യമായിട്ട് പറയാ, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ വേദനിപ്പിക്കൂല. റിയലി സോറി. ഇന്നു മുതൽ നീ സമാധാനത്തോടെ ഇരുന്നോ. നല്ലോണം ഉറങ്ങുകയൊക്കെ ചെയ്യട്ടോ. ഹെൽത്തൊക്കെ നല്ലോണം നോക്കണേ.
നീ ആകെ കൂടെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തൊക്കെ നല്ലോണം നോക്ക്. ഞാൻ പോവാ. പോണ്ട. ഞാനിവിടെ നിൽക്കുന്നത് അത് നല്ലതല്ല. ആർക്ക് നല്ലതല്ലാന്ന്? നിനക്ക് നല്ലതല്ല. ചേട്ടൻ എന്താ വിചാരിക്കുന്നത്? ചേട്ടൻ പോവാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞതോ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നിനക്ക് സമാധാനം കിട്ടണം. ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് സമാധാനം തരാ? വേണ്ട പ്ലീസ് സജിനേട്ടാ. ചിന്നു, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. എനിക്കിനി നിന്നെ വേദനിപ്പിക്കാൻ താല്പര്യമില്ല. ഞാൻ പോട്ടെ. നീ ഹാപ്പി ആയിരിക്കട്ടോ. പോലെ പ്ലീസ് പ്ലീസ് പോലെ. എനിക്ക് ഒരു കുഴപ്പമില്ല. ചേട്ടൻ എത്ര വേണം എന്നോട് അടി ഉണ്ടാക്കിക്കോ, എത്ര വേണം എന്നെ ചീത്ത പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. എന്നെ വിട്ട് പോവല്ലേ. ഞാൻ പോകുന്നതാടാ നല്ലത്. അത് നിനക്കായാലും എനിക്കായാലും എല്ലാവർക്കും സമാധാനം കിട്ടിക്കോട്ടെ. ഇങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. ഞാൻ ഇത്രയും കരഞ്ഞതൊക്കെ ചേട്ടൻ പോവാൻ വേണ്ടിട്ടായിരുന്നോ? അത് പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ പോയാൽ നിന്റെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. ഇല്ല, ഒരിക്കലില്ല. സോറി, റിയലി സോറി. ഇഷ്ടല്ല. എനിക്കറിയാം എന്തറിയാന്ന്. എന്നെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് എന്റെ ജീവന് തുല്യ ഇഷ്ടമാണ് നിന്നെ. എനിക്കും. ശരിക്കും മതി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇങ്ങനെ നിന്നെ വേദനിപ്പിക്കുന്ന ഒരാളെ കൂടെ നിൽക്കരുത്. അതായത് എന്നെ പോലെ ഒരാളെ. എന്നുവെച്ചാ സജിനേട്ടാ, ഞാൻ നിന്നെ എന്തൊക്കെ ചെയ്ത് ചിന്നു. ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി, നിന്നെ കൊണ്ട് ഓരോന്നൊക്കെ ചിന്തിപ്പിച്ച്, എന്താ പറയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റൊക്കെയാണ് ചെയ്തത്. അതിന് എനിക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റൂല. ചേട്ടൻ ഇപ്പൊ ഫിക്സ് ചെയ്തോണ്ടല്ലേ ഇരിക്കുന്നേ? അല്ല, ഞാനിപ്പോഴും കാര്യങ്ങൾ വഷളാക്കിക്കൊണ്ടായിരിക്കുന്നത്. എന്നോട് ഇങ്ങനെ സംസാരിക്കല്ലേ. നിനക്കറിയോ ഞാനിപ്പോൾ ഈയിടെയായിട്ട് എന്തൊക്കെയാ ചിന്തിക്കലെന്ന്? ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ എല്ലാം നേരെയാവും. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും. ഇല്ല, എനിക്ക് വയ്യ ചിന്നു. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കിതൊന്നും കേൾക്കാനുള്ള ശേഷി പോലും ഇല്ല. എന്ന് വെച്ചാ ചേട്ടൻ പോണെന്നല്ല, എന്നും എന്റെ കൂടെ നിന്നൂടെ? ഞാനിന്ന് വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാ. കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി. അല്ല, ഞാൻ സമ്മതിക്കൂല. എടാ, എനിക്ക് നിന്നോട് ശരിക്കൊന്ന് ക്ഷമ ചോദിക്കണേന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നേ. സജിനേട്ടാ, ഒന്ന് നിർത്ത് പ്ലീസ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതൊന്നും നിന്റെ തെറ്റല്ല കേട്ടോ. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? 2 ദിവസം എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും, പക്ഷെ എല്ലാം റെഡിയാവും. നീയും കുറെ കഴിഞ്ഞാൽ ഒക്കെ ആയിക്കോളൂ. കേട്ടല്ലോ? ഞാൻ പോട്ടെ. വേണ്ട, എന്നെ ഇങ്ങനെ ഇട്ടേച്ച് പോകുന്ന എന്തിനാ? എടാ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. മനസ്സിലാവും, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ വെച്ചാ എല്ലാവർക്കും സമാധാനം ഉണ്ടാവുന്നല്ലേ വിചാരിക്കുന്നേ? ചേട്ടന് ഒരിത്തിരി തോന്നുന്നുണ്ടോ ഞാനത് കഴിഞ്ഞാ എന്താവുന്ന്? ഇയാൾ ഒരിക്കലും എനിക്കൊരു ബേർഡൻ അല്ല. ഞാൻ എല്ലാ ദിവസവും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരാളാ. ഞാൻ എല്ലാ ദിവസവും ചേട്ടന് വേണ്ടിയിട്ടാ കാത്തിരിക്കണേ, അറിയോ? ശരിയാ, ചേട്ടൻ എന്നെ കരയിപ്പിച്ച് എന്നെ ഹേർട്ടാക്കി. പക്ഷെ ചേട്ടനറിയോ, എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? അത് ചേട്ടനെ പറ്റാലായിരിക്കും. അതുകൊണ്ട് ഈ വൃത്തിയായിട്ട് ലോകത്തന്നെ ഒറ്റയ്ക്കിട്ട് പോവാ. എന്നിട്ട് അതെനിക്ക് നല്ലതാണെന്ന് വിചാരിക്കാം. വേണ്ടാത്ത ചിന്തയൊന്നും ചിന്തിക്കരുത്. പിന്നെ എനിക്കാരല്ലേ? എനിക്ക് അടി കൂടാനും ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ വേറെ ആരല്ലേ? എനിക്ക് പേടിയാ. എന്തിന്? ഞാൻ കാരണം ആരും ലൈഫ് സ്പോയിൽ ആവരുത്. എന്റെ സ്പോയിലായ ലൈഫ് നന്നാക്കിയത് ചേട്ടനാ, അറിയോ? അത് ചേട്ടൻ എന്നെ എത്ര വേണേ ഹേർട്ട് ചെയ്തോ, എത്ര വേണേ കരയിപ്പിച്ചോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്റെ കൂടെ ഉണ്ടാവണം. വേണ്ടാത്ത പരിപാടിയൊന്നും ചെയ്യരുത്, കേട്ടല്ലോ? ചെയ്യോ? ചെയ്യൂല. സോറി. സാറില്ല. ചേടാ, ഇവൻ വിളിക്കുന്നില്ലല്ലോ. അർജുനേ, എന്തേ? എന്താണ്
ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. ഒന്നുമില്ല. രാജനേട്ടൻ വിളിച്ചിരുന്നോ? ആര് വിളിക്കാനോ? അതാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കാത്തിരിക്കുന്നത്. പേടിക്കണ്ട, വിളിച്ചോളൂ. അർജുനേട്ടാ. എന്തേ? ചേട്ടൻ വിളിച്ചിരുന്നോ? എവിടുന്ന് മീരെ? നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാനത് ചേട്ടനോട് ചോദിച്ചേ. ടെൻഷൻ അടിക്കണ്ട, അവര് പറഞ്ഞു തീർക്കട്ടെ ഫസ്റ്റ്. ചേച്ചി പറഞ്ഞതിനും കാര്യമുണ്ട്. അല്ല ചേച്ചി, മോട്ടും മിട്ടുമോളൊക്കെ പോയി. അവന്റെ ഏതോ ഫ്രണ്ടിനെ വിട്ടു പോയതാ. അതാണ് വീട് ഇങ്ങനെ ഉറങ്ങിയ പോലെ. മീരെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേക്കൂലേ? അറിയില്ല ചേട്ടാ. ഒന്നെങ്കിൽ അവർ രണ്ടാളും അടിച്ചു പിരിയും, അല്ലെങ്കിൽ അവർ രണ്ടാളും ഒന്നിക്കും. ഈ രണ്ടെണ്ണത്തിൽ എന്തോ ഒന്നും സംഭവിക്കും. രണ്ടാമത് പറഞ്ഞ സംഭവിച്ചാൽ മതിയായിരുന്നു. പാവണ്ട്, അവന് ഭയങ്കര ഇഷ്ടമാണ്. ഫോൺ അടിക്കുന്നുണ്ടല്ലോ. എടുക്ക്. ഒരു മിനിറ്റ്. ഹലോ ചിന്നു, എന്തേ? ശരി. എന്താ പറഞ്ഞേ? നിന്റെ ചേട്ടനെ നടക്കി നിർത്തോ എന്ന് ചോദിച്ചേ. മിക്കവാറും അവനവിടെ കിടന്ന് കരഞ്ഞുണ്ടാവും. എനിക്കതാ തോന്നുന്നു. കരഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചു നിർത്താനൊന്നും പറ്റൂല. ഈശ്വരാ, എന്താവോ എന്തോ. സാജിനേട്ടാ. എന്തേ? ചേട്ടൻ എന്താ ഇനി ആലോചിക്കുന്നേ? ഒന്നുമില്ലടാ. ഒന്നുമില്ല എന്നല്ല, എന്തുണ്ട്? എന്താ? ഒന്നുമില്ല ചിന്നോ. ഉണ്ട്. എന്തൊരു കഷ്ട. ഒന്നുമില്ല. ചേട്ടൻ ശരിക്കും ഓക്കെ ആയോ? എന്തോക്കെ അവൻ? അല്ല, ഇത്രയും സങ്കടപ്പെട്ടില്ലേ, അപ്പൊ അതിൽ നിന്ന് ഓക്കെ ആയോന്ന്. കൊഴപ്പില്ല. നീ ഓക്കെ ആയോ? ഞാൻ ചേട്ടൻ വന്ന് മിണ്ടിയപ്പോഴേ ഓക്കെ ആയല്ലോ. കൊള്ളാലോ. എന്നെ കണ്ടാ നീ ഓക്കെ ആവോ? ഓക്കെ ആവും. അതെങ്ങനെ? നമുക്ക് ഭയങ്കര സങ്കടമുള്ള സമയത്ത് അത്രയും ഇഷ്ടമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താനെ ഓക്കെ ആവും. ചേട്ടൻ ഓക്കെ ആയോ? ഓക്കെ. എനിക്ക് കഴിക്കാനേ വേണോ? വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് അവിടെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവിടെ ആരില്ലേ? അച്ഛനും അമ്മയൊന്നുമില്ല. അവരൊക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. എവിടെ പോയി? അവരെല്ലാരും കൂടി ഒരു കല്യാണത്തിന് പോയതാ. നിങ്ങളൊന്നും എന്ത് പോവാഞ്ഞേ? ഞാൻ കല്യാണത്തിന് പോകാൻ പറ്റിയ മൂഡിലായിരുന്നല്ലോ. സോറി. ഓരോന്നൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇനി സോറിയും പറഞ്ഞ് നടന്നോ? വേറെന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട മോളെ. നീ തല്ലുണ്ടാക്കാതിരുന്നാ മതി. അത് ഞാനേറ്റ്. ഓഹോ, ഓർമ്മയാണോ? അർജുനേട്ടാ. എന്തോ? എണീക്ക് അർജുനേട്ടാ. ഉണ്ടല്ലോ അനു, ഞാൻ ഉറങ്ങട്ടെ. എണീച്ച് പോടാ. ആരിത്? നിരാശകാമുകനോ? പോടാ. എന്തായി പോയ കാര്യം? എന്താവാനാടാ, അവക്കെന്നെ വേണ്ടാന്ന് പറഞ്ഞു. ശരിക്കോ? ആടാ. എന്നിട്ടെന്താ നിനക്കൊരു സങ്കടമില്ലാത്തേ? അയ്യോ, എക്സ്പ്രഷൻ ഇടാൻ മറന്നുപോയി. എടാ, അവക്കെന്നെ വേണ്ടാന്ന് പറഞ്ഞടാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓഹോ, കളിച്ചതാണല്ലേ ചെറുതായിട്ട്. 2 അടിയൊക്കെ കഴിഞ്ഞില്ലേ? അടിയോ? ഇനി ഞങ്ങളെപ്പോഴാ അടി കൂടിയത്? ഇല്ലേ ചിന്നോ? അതന്നെ ചേട്ടാ, ഈ അർജുനേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്കാ പറ്റിയത്. എന്റെ പൊന്ന് ചിന്നോ, നീ മിണ്ടേത് നന്നായി. ഇല്ല ഇവിടെ ഒരുത്താൻ. ഇവിടെ ഒരു പുഴയാക്കേണ്ടി വന്നേനെ കണ്ണീര് കൊണ്ട്. വന്നല്ലോ. വന്ന് കഴിഞ്ഞോ നിങ്ങളെ പ്രശ്നമൊക്കെ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു ചേച്ചി. നീ കുറെ നേരം കഴിഞ്ഞെന്ന് പറയുന്നത്. പക്ഷെ ഇവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ലല്ലോ. അത് എനിക്കും തോന്നില്ല. ഞാനും കുറെ നേരം ചോദിക്കുന്നു. സാജിനെ, എന്തു പറ്റി? ഒന്നുമില്ല എന്നല്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഒന്നുമില്ലടാ. മീരെവിടെ? എന്തോന്ന് മീരെ? പിന്നല്ല ഞാനെന്താ പറയാ, 2 ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം കൂടി അടിച്ചു പിരിഞ്ഞെന്ന്. ഞാനും. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പിരിയോ അല്ലേ സജിനേട്ടാ? അതെ. ചേട്ടനെന്ത് പറ്റി? ഇവളെന്നെ പറഞ്ഞോ? ഞാൻ ഒന്നും പറഞ്ഞിട്ടേ. ഒന്നുമില്ല. നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇപ്പൊ വരാം. ചിന്നു, ചേട്ടനെന്ത് പറ്റി? അറിയൂല. ഞാനും കുറെ കാർന്ന് ചോദിച്ചു എന്ത് പറ്റിയെന്ന്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അവൻ ഓക്കെ ആയിക്കോളൂ. മാഡം, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വാ ചിന്നു. വരാം. എടാ, നിനക്കെന്തു പറ്റി? ഒന്നുമില്ലടാ. എന്താന്ന് വെച്ചാ പറ. എന്തുണ്ടല്ലോ? എന്തേ? ഒന്നുമില്ലടാ. ഞാൻ അവള് മിണ്ടാതിരുന്നപ്പോ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി. അതിന്റെ ഹാങ് ഓവറാ. അത്രേ ഉള്ളൂ. ഈ ഹാങ് ഓവർ മാറ്റാൻ നമുക്ക് എന്തെങ്കിലും പരിപാടി ഇപ്പിച്ചാലോ? എന്ത് പരിപാടി? അതൊക്കെ ഉണ്ട്. എല്ലാരും വരട്ടെ. മീരേ, നീ പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് വാ. അതൊക്കെ ഉണ്ട്, ഒരു കാര്യം പറയാനാ. വിളിച്ചിട്ട് വാ. എന്താടാ? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? എല്ലാരും എത്തില്ലോ. എല്ലാരും ഇവിടെ ഇരിക്കി, ഒരു കാര്യം പറയട്ടെ. അതെന്താന്ന് വെച്ചാ, നമ്മളെ സജിന് ഭയങ്കര മൂഡൗട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ട്രിപ്പ് പോവാൻ തീരുമാനിച്ചു. ട്രിപ്പോ? എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഹണിമൂണൊന്നും പോയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ചിന്നു, നീ വരില്ലേ? എടാ, അതൊന്നും ശരിയാവൂല. സജിന, നീ മിണ്ടാതിരുന്നേ. നമ്മളെന്തായാലും പോവും. കേട്ടല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ കുഴപ്പമില്ല.
സജിനെ നിനക്ക് ഓക്കെ അല്ലേ? എടാ പക്ഷെ ബഡ്ജറ്റൊക്കെ അതൊന്നും നീ നോക്കണ്ട, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ വരില്ലേ? ഞാൻ വരാതെ പിന്നെ? അല്ല ചേട്ടാ, മോട്ടറിനോട് പറയണ്ടേ? അതൊക്കെ നമുക്ക് പറയാം. അല്ല എന്ന് പോവും? അടുത്ത ആഴ്ച പോയാലോ? അടുത്ത ആഴ്ചത്തേക്കൊന്നും നീട്ടണ്ട ചേട്ടാ, നമുക്ക് നാളെയോ മറ്റന്നാളോ അങ്ങനെ പോവാ. എന്നാ നാളെ പോവാം. നാളെ ആർക്കും കുഴപ്പമില്ലല്ലോ. എന്തായാലും അച്ഛനും അമ്മയും വരാൻ 1 വീക്ക് ആവും. അപ്പൊ ഒരു 1 വീക്ക് ട്രിപ്പ് നമ്മൾ പോന്നു. സെറ്റല്ലേ? സെറ്റൊക്കെയാണ്. എടാ അർജുനെ, ഞാൻ ഒരാളെയും കൂടെ വിളിക്കുന്നതിൽ നിനക്ക് കുഴപ്പമുണ്ടോ? അതാരാ? ആ, എൻ്റെ ഒരു ഫ്രണ്ട്. നിനക്ക് ഞാൻ അറിയാത്ത ഫ്രണ്ടോ? അതാരാ? നിവാൻ. അവനൊന്നും വേണ്ട. നീ പേടിക്കണ്ട, അവൻ നിന്നൊന്നും ചെയ്യൂല. വേണ്ട. നിനക്കെന്താടപ്പോ അവനെ വിളിക്കാൻ? നിന്റെ ശത്രു അല്ലേ അവൻ? എടാ അവന് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ പോവുമ്പോ അവനെയും കൂടി വിളിച്ചാൽ അവനൊരു സന്തോഷാവൂലേ? ആണോ ചിന്നോ? അവന് ഫ്രണ്ട്സ് ഇല്ല? ഫ്രണ്ട്സ് പഴയ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ അറിയില്ല. അവന് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. നമുക്ക് വിളിക്കാം അവനെ. എന്നാ വിളിക്കി. അപ്പൊ ട്രിപ്പ് സെറ്റ് അല്ലേ? നാളെ നമ്മൾ പോന്നു. അല്ല, എങ്ങോട്ടാ പോകുന്നേ? അത് സർപ്രൈസ്. അതവിടെ പോയിട്ട് കണ്ടാൽ മതി. അതെന്ത് പണിയാ ചേട്ടാ? കുറച്ച് തണുപ്പുള്ള ഏരിയ ആണ്, അതുകൊണ്ട് സ്വെറ്ററൊക്കെ എടുത്ത് വെച്ചോട്ടോ. തണുപ്പുള്ള സ്ഥലോ? കാശ്മീർ വല്ലാണോ? എന്റെ മോളെ, നീ അങ്ങനെ കാട് കയറി ആലോചിക്കണ്ട. നാളെ കണ്ടോ. നമ്മളെങ്ങനെ പോകുന്നേ? നമുക്ക് വണ്ടി വിളിക്കാം. എന്നാ കുഴപ്പമില്ല. അപ്പൊ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ? ഇനി എന്തെടുത്ത കണ്ടോ? ഓ, മറന്നുപോയല്ലോ. നീ പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയോ? അത്യാവശ്യം സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റേതും കൂടി എടുത്തേക്കണേ. ഒന്ന് വെറുതെ എറിഞ്ഞു നോക്കിയാലോ? കൊള്ളുക നോക്കാലോ. അനുവോ, എന്തേ? ശരണ്യനെ കൂടി ട്രിപ്പിന് വിളിക്കുന്നതിന് നിന്റെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായം. നീ വിളിച്ചോ. ശരിക്കോ? എന്നാ വിളിക്കാം. ഞാൻ വരുന്നില്ല ട്രിപ്പിന്. നീ വരാതെ എങ്ങനെ ശരിയാവാ? ഞാൻ എന്തിനാ വരുന്നേ? നിനക്ക് നിന്റെ ശരണ്യല്ലേ, അവളെ കൂടെ പോയിക്കോ. അല്ല, അപ്പൊ ഞങ്ങൾ പോയാൽ നീ എന്ത് ചെയ്യും? ഞാനോ? കാണിച്ചു തരാം. ഞാനിവിടെ പോവില്ല. ഞാൻ അശ്വിന്റെ കൂടെ കറങ്ങാൻ പോകും. അതിന് അശ്വിൻ നിന്റെ ആരാ? ശരണ്യ നിന്റെ ആരാ? ശരണ്യ എന്റെ റിലേറ്റീവ് അല്ലേ? അശ്വിന്റെ റിലേറ്റീവ് ഒന്നല്ലല്ലോ. കറങ്ങാൻ പോവാ റിലേറ്റീവ് ആവണമെന്നൊക്കെ ഉണ്ടോ? അവനു നീ കളിക്കല്ലേ? ഞാനെന്ത് കളിച്ച്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ ശരണ്യന്റെ കൂടെ ട്രിപ്പ് പോയിക്കോ, ഞാൻ അശ്വിന്റെ കൂടെ കറങ്ങാൻ പോകും. അനുവോ? ഓ, നിർത്തിക്കേ. ഞാൻ ശരണ്യൊന്നും വിളിക്കുന്നില്ല. അയ്യോ, ലേറ്റ് ആയി പോയല്ലോ. ഞാനെന്തായാലും വരുന്നില്ല. ഞാൻ അശ്വിന്റെ കൂടെ പോകും. ഉറപ്പാ നീ അശ്വിന്റെ കൂടെ പോകുന്നത്? ഉറപ്പാ. നീ അശ്വിന്റെ കൂടെ പോവല്ലേ? അനു, എണീച്ച് ഇറങ്ങി ഓടിക്കോ. ഇല്ല, ഇതിന്റെ ആരോഗ്യത്തിന് ഇത് കേടാ. ഞാനേ മീരനോട് എന്തൊരു കാര്യം ചോദിക്കാണ്ടേ. ഇപ്പൊ വരെ. മുങ്ങിയതല്ലേ? ഞാൻ എടുത്തോളാം കേട്ടോ. നീ എന്തായാലും ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. കാണിച്ചു തരാം.